എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഒരു വീഡിയോ കണ്ടപ്പോൾ പ്രതികരിക്കാതിരിക്കാനായിട്ട് തോന്നിയില്ല. പ്രതികരിക്കാതിരുന്നാൽ ശരിക്കും നമ്മൾ ശ്വാസം മുട്ടി ചത്തുപോകും. ആ ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെ ഡേ ആണെന്നുള്ള കാര്യമാണ്. ചിൽഡ്രൻസ് ഡേ, മദേഴ്സ് ഡേ, അപ്പോൾ അത് വാലന്റൈൻസ് ഡേ, അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോരോ സംഭവങ്ങൾ. ഇപ്പൊ ദേ കോണ്ടം ഡേയ്സ്, എന്തുവാടേ ഇതൊക്കെ? അപ്പോൾ എന്തായാലും അതേക്കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പെണ്ണുങ്ങൾ പോകുമ്പോൾ അവരുടെയൊക്കെ പിന്നാലെ മണപ്പിച്ച് കുറച്ച് ക്യാമറയും തൂക്കിക്കൊണ്ട് കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ അവറ്റൊക്കെയുള്ള എന്ന് പറഞ്ഞാൽ വേറെ ഒരു ജോലിയില്ല. ശരിക്കും ഞാൻ ആലോചിക്കുന്നത്, സെലിബ്രിറ്റികളായിട്ടുള്ള ആണുങ്ങളുണ്ട്, അവർ പോകുമ്പോൾ ഇവരാരും ഇങ്ങനെ മണപ്പിച്ച് നടക്കുന്നില്ല. ഈ പെണ്ണുങ്ങൾ പോകുമ്പോഴാണ് ഇവറ്റകളൊക്കെ ഇങ്ങനെ പിന്നാലെ കൂടുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കോണ്ടം ഡേ ആണ്. അപ്പോൾ കോണ്ടം ഡേയ്സിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ഒരു പുന്നാര മോളുണ്ടല്ലോ, എല്ലാവരെയും അമ്മാവൻ അമ്മായി എന്നൊക്കെ വളരെയധികം പുച്ഛത്തോടു കൂടി സംസാരിക്കുന്ന ഈ ഒരു പെൺകുട്ടിയോട് വന്നിട്ട് ആ ഒരു കോണ്ടം ഡേയ്സിനെ കുറിച്ചിട്ട് രണ്ട് വാക്ക് സംസാരിക്കാൻ പറയുകയാണ്. ഇവൻ എന്തിനാണ് ഈ ഒരു പെങ്കൊച്ചിന്റെ അടുത്ത് ചെന്നിട്ട് ഈ ഒരു വാക്കിനെ കുറിച്ച് ചോദിക്കേണ്ട കാര്യമില്ല? ഈ നാറിക്ക് എന്താ അറിയില്ലേ അതേക്കുറിച്ച് രണ്ട് വാക്ക് ആ ഒരു പെൺകുട്ടിയോട് തന്നെ ചോദിക്കണമായിരുന്നു. അതേസമയം വേറെ ആണുങ്ങൾ ആരും ഇല്ലായിരുന്നു ഇവന് ഈ ഒരു ചോദ്യം ചോദിക്കാനായിട്ട്. അപ്പൊ എന്തായാലും എന്നാ ചോദിക്കും, ഇതെന്താ മോശം സാധനമാണോ എന്ന് ചോദിക്കും. അല്ല, മോശം സാധനമൊന്നും അല്ല, അങ്ങനെ ഞാൻ പറയുന്നതുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് പറയുന്നത്, മനുഷ്യന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രത്യുൽപാദനം തടയുന്നതിന് വേണ്ടിയിട്ടൊക്കെ വളരെയധികം നല്ലൊരു മാർഗം തന്നെയാണിത് എന്ന് കരുതിയിട്ട് ഇതൊക്കെ വന്നിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇതേക്കുറിച്ചിട്ട് ആ ഒരു പെണ്ണിനോട് ചോദിക്കുന്നതും അതിന്റെ മറുപടിയും കേട്ടിട്ട് വരാം. ഇന്ന് ഇന്റർനാഷണൽ കോണ്ടം ഡേ ആണ്. അപ്പം എന്താണ് ശ്രീലക്ഷ്മിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്? അത് എന്താ, നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടി എല്ലാരും ഉപയോഗിക്കുന്ന ഒരു സാധനം. അതിനെപ്പറ്റി എന്ത് പറയാനാ? അവനവന് സേഫ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ആ സാധനം ഉപയോഗിക്കാൻ സേഫ് ആയിട്ട് മുന്നോട്ട് പോകും, അത്രേ ഉള്ളൂ. അല്ലാതെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതിനോട് എന്താണ് പറയാനുള്ളത്? ഇന്റർനാഷണൽ കോണ്ടം ഡേ ആണെന്ന്, അപ്പൊ അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതിനോട് എന്താണ് പറയാനുള്ളത്? അല്ല, അത് നല്ലൊരു കാര്യമല്ലേ? ആ ഒരു കോണ്ടം എന്ന് പറയുന്ന ഒരു സാധനം എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അത് ആവശ്യമുള്ള എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അതിനെപ്പറ്റി ഇപ്പൊ മോശമായിട്ട് പറയാനോ അല്ലെ അതൊരു കോമാളിത്തരമായിട്ട് എടുക്കാനോ കോമഡി ആയിട്ട് എടുക്കാനോ ഒന്നുമില്ല. അതെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. എല്ലാവരും ആവശ്യമനുസരിച്ച് അത് ഉപയോഗിക്കുന്നു. അപ്പം എന്താ പറയാ, സേഫ്റ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതല്ലേ. അതിനെപ്പറ്റി എന്താ പറയാനാ? സേഫ് ആയിട്ടിരിക്കുക എല്ലാവരും. ഇപ്പൊ നമ്മുടെ തലമുറകൾ ചെറുതേ വളർന്നു വരുന്ന കുട്ടികളൊക്കെ ഇപ്പോ എന്താ പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടാണെങ്കിലും അങ്ങനെ ഇങ്ങനെ, അപ്പൊ അവർക്കൊക്കെ ഒരു സേഫ് ആയിട്ട് ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ നായിക പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടല്ലോ. അപ്പോൾ ശരിയാണ് മോളെ, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. മോശമാണെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. കാരണം വളരെ നല്ല ഗർഭനിരോധന മാർഗം തന്നെയാണ് ഇത്. പിന്നീട് ഇവള് പറഞ്ഞ മറ്റൊരു കാര്യമാണ് കേട്ടോ, എനിക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. അതായത് ഇവള് പറയുന്നത് ഇപ്പോൾ കൊച്ചു കുട്ടികൾ വരെ സ്നേഹത്തിൽ പ്രണയിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ എന്തുകൊണ്ടും ഈ ഒരു സംഭവം വളരെ നല്ലതാണ് എന്ന് പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ് ഡി പെങ്കൊച്ചെ? എനിക്കത് മനസ്സിലായില്ല. അതായത് ചെറിയ മക്കളൊക്കെ പ്രേമിക്കുമ്പോൾ ഇതും വെച്ചുകൊണ്ട് പ്രേമിക്കണമെന്ന് പറയുമ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു സാധനം പിടിച്ചിട്ടോണ്ടിരുന്നാലേ മാത്രമേ പ്രേമിക്കാൻ പറ്റത്തുള്ളൂ. പ്രേമവും കാമവും തമ്മിൽ രണ്ടാണെന്ന് മനസ്സിലാവാനുള്ള ബോധം പോലും നിനക്കില്ലേ കൊച്ചേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കൊച്ചുകുട്ടികൾ വരെ പ്രേമിക്കുന്നു, ശരിയാണ്. LKG കഴിഞ്ഞാലും UKG കഴിഞ്ഞാലും പ്രേമം എന്ന് പറയും ഇപ്പൊ പിള്ളേര്. ശരിക്കും സ്നേഹത്തിനും ഫ്രണ്ട്ഷിപ്പിനും വരെ പ്രേമം എന്നുള്ള നിറം കൊടുത്തേ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നുള്ളൂ. കാരണം അത് അവരുടെ കുറ്റമല്ല. എല്ലാ കുഞ്ഞുങ്ങളുടെ കയ്യിലും അമ്മച്ചിമാര് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ അടിച്ചങ്ങ് കൊടുത്തിരിക്കുകയല്ലേ. അപ്പൊ പിള്ളേരെ വിചാരം എന്ന് പറഞ്ഞാല് നല്ല ഫ്രണ്ട്ഷിപ്പ് പോലും സ്നേഹമാണ് പ്രേമമാണെന്നാണ് കുഞ്ഞുങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും കുഞ്ഞുങ്ങൾ കയ്യിൽ ലവിന്റെ മുദ്രയും പിടിച്ചോണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പോ ഇവിടെ കാണുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു കുഞ്ഞുങ്ങൾക്കും ഇത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ചെറിയ പിള്ളേർക്ക് വരെ ഇത് നല്ലതാണ് എന്ന് പറയുന്നതിന്റെ, അല്ലെങ്കിൽ പ്രണയിക്കുന്ന കുട്ടികൾക്ക് വരെ ഇത് നല്ലതാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ എന്തായാലും ഇപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രണയിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം പ്രണയിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം എടുത്തിട്ടിട്ട് ഇരുന്നാലേ പ്രണയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പ്രണയം എന്താണ്, അതുപോലെ തന്നെ കാമം എന്താണ് എന്നുള്ള കാര്യം നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പന പോലെ വളർന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ കുറച്ച് അറിയേണ്ട കാര്യങ്ങൾ അറിയണം. അല്ലാതെ ഞാൻ എന്റെ ക്ലീനേജ് കാണിക്കും, എന്റെ നേവൽ ഞാൻ കാണിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് കണക്കല്ല. പല കാര്യങ്ങളും മനസ്സിലാക്കണം. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യാം. ഈ ഒരു കോണ്ടം ഡേ ആണെന്ന് കരുതിയിട്ട് ഈ ഒരു ചോദ്യവും പൊക്കിക്കൊണ്ട് നടക്കുന്ന നേരത്ത് നീയൊക്കെ കുറെ എണ്ണം ഇത് പിടിച്ചിട്ടോണ്ട് നട. അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഇതിന്റെയൊക്കെ ഒരു പരസ്യം ആയിക്കോട്ടെ. ഈ പെണ്ണിന്റെ പിറകെ നടന്ന് ചോദ്യം ചോദിക്കുന്ന നേരത്തിന് ഈ ഒരു വീഡിയോ എടുക്കുന്ന ആൾ ആരാണെന്ന് എനിക്കറിയില്ല. നീ ഒരു കാര്യം ചെയ്യട മോനെ, ഈ ഒരു സാധനം എടുത്ത് പിടിച്ചിട്ടിട്ട് അത് വെളിയിലിട്ടുകൊണ്ട് ഇങ്ങനെ നടക്ക്. അപ്പോൾ ആ ക്യാമറയിൽ എന്നിട്ട് വേണമെങ്കിൽ അത് ക്യാമറ എടുത്തിട്ട് ഇട്.
അപ്പോൾ എന്തായാലും നിന്റെ ശരീരഭാഗം ആരും കാണത്തില്ല, ഇതിന്റെ ഒരു എന്താണ് ഒരു പ്രൊമോഷനും ആയിക്കോളും. അതായത് ഇവൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവത്തെ ഇത്ര പബ്ലിസിറ്റി കൊടുത്തതിനെ പറ്റിയിട്ടൊക്കെ എന്തൊക്കെയാണ് അഭിപ്രായം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് ഇവനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, മോനെ നീ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ ഒരു സാധനം എടുത്ത് നീ അങ്ങ് പിടിച്ചിടുക, എന്നിട്ട് നിന്റെ ഈ ഒരു സംഭവം പുറത്ത് കാണിച്ചിട്ട് വേണമെങ്കിൽ വീഡിയോ അതിനെടുത്തിട്ട് നടക്കുന്നതായിരിക്കും നല്ലത്. കാരണം നിന്റെ ശരീരഭാഗം മറഞ്ഞിരിക്കുകയും ചെയ്യും, അത് ഫുൾ കവറിങ് ആവുകയും ചെയ്യും, അതാരും കാണത്തുമില്ല, ഇതിനൊരു പരസ്യമാവും. ഈ ഒരു ഡേയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഒരു ഫോട്ടോയോ വീഡിയോയോ പോസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിന്റെ ചാനലിൽ ഇപ്പൊ കിട്ടുന്നതിനേക്കാൾ നല്ല റീച്ച് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ എന്തായാലും ഇത്രേ പറയാനുള്ളൂ. ഇതുപോലെയുള്ള ഊളത്തരങ്ങളൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും ഒരു കോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും പെണ്ണിന്റെ പാവാട എവിടെയെങ്കിലും അണിഞ്ഞിന്ന് കണ്ടു കഴിഞ്ഞാൽ ക്യാമറയും കൊണ്ട് പോകും പിന്നാലെ, എന്നിട്ട് കുറച്ചധികം ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട്. ശരിക്കും എനിക്ക് ഇതുപോലെയുള്ള കുറേ എണ്ണത്തിനെ കാണുമ്പോൾ ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയ തുറക്കാനായിട്ട് യാതൊരു നിവൃത്തിയില്ല. നമ്മൾ തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് അത്ര ഇതുപോലെയുള്ള കുറച്ചധികം വാഴകളെന്നൊന്നും പറയുന്നില്ല. കാരണം വാഴകൾ എന്ന് പറഞ്ഞാൽ വാഴയ്ക്ക് ഒരു നാണക്കേടാണ്. കാരണം വാഴയുടെ ആ ഒരു എന്താണ് പറയുന്നത്, ആ ഒരു വാഴ എന്ന് പറയുന്ന സസ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വാഴ നാരായാലും വാഴപ്പിണ്ടി ആയാലും വാഴയുടെ പോളയായാലും അതുപോലെ തന്നെ വാഴക്കൂമ്പായാലും വാഴക്കായായാലും വാഴക്കന്നായാലും എന്ത് സാധനവും, വാഴ എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ ഒരു കാര്യം പോലും കളയാനായിട്ടില്ല, എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ പിന്നെ മറ്റുള്ളവരെ നമ്മൾ വാഴ എന്ന് വിളിക്കുന്നതിൽ ഒരർത്ഥമില്ല, വേട്ടാവളിയൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ വേട്ടാവളിയന്മാരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇതുപോലെ പിന്നാലെ നടന്ന് വീഡിയോ എടുക്കാനായിട്ട് കുറച്ചധികം വേട്ടാവളിയന്മാരുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ അത്തരത്തിലുള്ള വേട്ടാവളിയന്മാർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.